ഹലോ മൈ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ സെൻസേഷനും പെർസെപ്ഷനും. സെൻസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് എ ഇമീഡിയറ്റ് ആൻഡ് ഡയറക്റ്റ് റെസ്പോൺസ് ഓഫ് സെൻസറി ഓർഗൻസ് ടു സിമ്പിൾ സ്റ്റിമുലി. ഓക്കെ, അല്ലെങ്കിൽ ഇറ്റ്സ് എ സിമ്പിളായിട്ടുള്ള ആക്ടിവിറ്റിയാണ്, സിംപ്ലസ്റ്റാണ്, ഇനീഷ്യൽ മെൻ്റൽ പ്രോസസ്സാണ്, ഇറ്റ്സ് എ നോർമലാണ്. അത് എന്നാൽ സെൻസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ദൻ പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ മോർ ദൻ സെൻസേഷനാണ്. ഇത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്, കോംപ്ലിക്കേറ്റഡ് ആണ്, ഡെവലപ്മെൻ്റൽ ആക്ടിവിറ്റിയാണ്. ഓക്കെ, നമ്മൾ ജസ്റ്റ് കാണൽ മാത്രമാണ് സെൻസേഷൻ എന്ന് പറയാം. അതിന് മീനിങ് കൂടി കൊടുക്കുമ്പോഴാണ് ശരിക്കും പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സെൻസേഷൻ ബിഗിൻ ചെയ്യുന്നത് ഒരു സ്റ്റിമുലിയോടുള്ള റെസ്പോൺസാണ്. എന്നാൽ അതിനെ കുറച്ചുകൂടി മീനിങ് കൊടുക്കുന്നതാണ്, ആ ഒബ്ജക്റ്റിന് മീനിങ് കൊടുക്കുന്നതാണ് പെർസെപ്ഷൻ. അത് ബേസ്ഡ് ഓൺ എക്സ്റ്റേണൽ ആൻഡ് അതായത് സെൻസേഷൻസ് എക്സ്റ്റേണൽ സ്റ്റിമുലിയാണ്. എന്നാൽ ഇൻറ്റേർണൽ മെൻ്റൽ കണ്ടീഷനും കൂടിയും നമ്മൾ എന്ത് വേണം, പെർസെപ്ഷൻ യൂസ് ചെയ്യും. സെൻസേഷൻ ഒരു പാസീവ് ആണെങ്കിൽ പെർസെപ്ഷൻ ഈസ് എൻ ആക്റ്റീവാണ്. അതുപോലെ തന്നെ മെൻ്റൽ അനാലിസിസ് സെൻസേഷൻ എന്ന് പറയുന്നത് കാട്ടിയും എക്സ്പീരിയൻസ് ഒരു മെൻ്റൽ അനാലിസിസാണ് ഇപ്പോൾ സെൻസേഷൻ എങ്കിൽ പെർസെപ്ഷൻ ആക്ച്വൽ ലൈഫ് എക്സ്പീരിയൻസിൽ കൂടിയും പ്രോസസ്സിൽ ലിങ്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 6 ഡിഫറൻസ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അതിൽ ആദ്യം പറയണത് സെൻസേഷൻ എന്ന് പറയുന്നത് ഈസ് എ റെസ്പോൺസ് ഓഫ് ഫിസിക്കൽ സെൻസറി ഓർഗൻസിനോടുള്ള റെസ്പോൺസാണ്. എന്നാൽ ഈ റെസ്പോൺസിനെ നമ്മൾ ഒരു ഒബ്ജക്റ്റിലൂടെ ഒന്നും കൂടി മീനിങ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, കൊറിലേറ്റ് ചെയ്യുക, കോംപ്രഹെൻസ് ചെയ്യുക, അതാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ സെൻസേഷൻ സിമ്പിൾ മെൻ്റൽ പ്രോസസ്സാന്ന് പറയുന്നുണ്ട്, പെർസെപ്ഷൻ കോംപ്ലക്സ് മെൻ്റൽ പ്രോസസ്സാന്ന് പറയുന്നത്. സെൻസേഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ഫിസിക്കൽ സെൻസ് വെച്ചിട്ട് ഒരു ബൈ എ പേഴ്സണിനെ റെസ്പോണ്ട് ചെയ്യാൻ സെൻസ് എന്ന് പറയുന്നത്. പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ അതിൽ മീനിങ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒന്ന് സെൻസേഷൻ ഇനാക്റ്റീവ് ആണെങ്കിൽ പെർസെപ്ഷൻ ആക്റ്റീവാണ്. സെൻസേഷൻ എന്ന് പറയുന്നത് ആദ്യം നടക്കുന്ന പാർട്ടാണ്, ഫസ്റ്റ് പാർട്ടാണ്. പെർസെപ്ഷൻ്റെ ഭാഗമാണ് ശരിക്കും സെൻസേഷൻ. ഫസ്റ്റ് സെൻസേഷനാണ്, ദെൻ പെർസെപ്ഷനാണ്. അതുകൊണ്ട് പ്രൈമറി സ്റ്റേജ് എന്ന് പറയുന്നത് സെൻസേഷനും പിന്നെ സെക്കൻഡ് സ്റ്റേജാണ് പെർസെപ്ഷൻ വരുന്നത്. അതുപോലെ നമ്മൾ നെർവിനെ ആക്റ്റീവ് ചെയ്യുന്നത് തന്നെ ഓർഗനൻസാണ് സെൻസേഷനെങ്കിൽ നമ്മൾ ഹോൾ ബോഡിയെ ആക്റ്റീവ് ആക്കുന്നത് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഡിഫറൻസ് നിങ്ങൾ പഠിച്ചോളൂ. അപ്പോൾ നമ്മൾ പെർസെപ്ഷൻ നമ്മൾ എങ്ങനെയാണ്, അതായത് നമുക്കറിയാം പെർസെപ്ഷൻസ് ആർ ഡിഫറെൻറ്റ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഡിഫറെൻറ്റ് പീപ്പിൾ പെർസീവ് ഡിഫറെൻറ്റ് തിങ് അബൌട്ട് സെയിം സിറ്റുവേഷൻ. ഡിഫറെൻറ്റ് പീപ്പിൾ പെർസീവ് ഡിഫറെൻറ്റ് തിങ്സ് ആയിരിക്കും അബൌട്ട് ദി സെയിം സിറ്റുവേഷനെ. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ എൻവയോൺമെൻറ്റ് ഒക്കെയാണ് നമ്മൾ ആ പെർസെപ്ഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. 2 ഇൻഡിവിജ്വൽസിനെ എന്താ പറയുക, സെയിം സിറ്റുവേഷനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, പെർസെപ്ഷൻ എന്ന് പറയുന്നതിന് നമുക്ക് റോബിൻ ഹുഡ്സ് ഡെഫിനേഷൻ ഉണ്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ. അതുപോലെ തന്നെ ഉഡായ് പീക്കറിൻ്റെ ഡെഫിനേഷൻ, ഇറ്റ്സ് എ പ്രോസസ് ഓഫ് റിസീവിങ്, സെലക്ടിങ്, ഓർഗനൈസിങ്, ഇൻ്റർപ്രറ്റിംഗ്, ചെക്കിങ് ആൻഡ് റിയാക്ടിങ് സെൻസറി സ്റ്റിമുലേറ്റ് ഓർ ഡാറ്റ. പിന്നെ ഫീച്ചേഴ്സും അതുപോലെ തന്നെ പെർസെപ്ഷനും മീനും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഈ ക്ലാസ്സിൽ പഠിച്ചത് ഡിഫറൻസ് ബിറ്റ്വീൻ സെൻസേഷൻ ആൻഡ് പെർസെപ്ഷനാണ്. ഓക്കെ, താങ്ക് യു.